ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങി ഒരാഴ്ച കൊണ്ട് ഒരൊറ്റ പേരാണ് കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടത്. അത് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന, കോമഡി കാണിക്കുന്ന, ജോക്കർ കളിക്കുന്ന ഒരാള്, അതാണ് രതീഷ്. അതെ, ഈ രതീഷ് എന്ന പേരാണ് കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടത്. ആ വ്യക്തിയാണ് ഇന്ന് വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഔട്ടായിരിക്കുന്നത്. അല്ലേ, പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് 67% പേര് പോളിൽ പറയുന്നുണ്ട് അൺഫെയർ എവിക്ഷൻ ആണെന്ന്. ഇത് നമ്മൾ വോട്ട് കൊടുത്തിട്ട് തന്നെയാണോ രതീഷ്, വോട്ട് കൊടുക്കാതെ തന്നെയാണോ രതീഷ് ഔട്ടായത്? സുരേഷിന് രതീഷിനെ കാട്ടി വോട്ട് കിട്ടിയോ? എങ്ങനെ ഇത്രമാത്രം കണ്ടന്റുകളുടെ പെരുമഴയായിട്ട് കൂടി രതീഷിന് വോട്ട് കിട്ടിയില്ലേ? വോട്ട് പിടിക്കാൻ സാധിച്ചില്ലേ? മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? രതീഷ് പോയതിന്റെ വലിയൊരു സ്പേസ് അവിടെ കിടക്കുകയാണ്, വലിയൊരു സ്പേസ്. ആ സ്പേസിലേക്ക് കയറാൻ ഒരുപാട് പേര് ശ്രമിക്കും. അതിലിപ്പോ ഒന്നാമതായിട്ട് നിൽക്കുന്നത് റോക്കിയാണ്. റോക്കി രതീഷിന്റെ സ്ഥാനത്തേക്ക് കയറി വരുന്നുണ്ട്. അതായത് ആ രതീഷ് പോയ ആ സ്പേസ് നികത്താൻ വേണ്ടി കൂടെ ഒരുപാട് പേരുണ്ട്. അപ്സരയുണ്ട്, നമ്മുടെ സിജോ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്. ഒരുപാട് പേർക്ക് എന്താണ് ആഗ്രഹമുണ്ട് ആ സ്പേസിലേക്ക് കയറാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ കൂടെ നിഷാന, ലക്ഷക്കണക്കിന് കോമണേഴ്സിൽ നിന്ന്, പ്രേക്ഷകരിൽ നിന്നും തെരഞ്ഞെടുത്ത നിഷാന കോമണർ കണ്ടസ്റ്റന്റ് പറയുകയാണ്, ഞാൻ ഇവിടെ ബോൾ കളിക്കാനാണ് വന്നത്, ഞാൻ ബോൾ കളി എന്നാണ് വിചാരിച്ചത് ബിഗ് ബോസ്. ദയവ് ചെയ്ത് ബിഗ് ബോസ് ഗെയിം എന്താണെന്ന് അറിയാതെ ഒരു കോമണറും ഇതിലേക്ക് TV-യിൽ വരാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്. കാര്യം ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ കയറാൻ വേണ്ടിയിട്ടും കളിക്കാൻ വേണ്ടിയിട്ടും അപേക്ഷിക്കുന്നത് ഇഷ്ടത്തോടു കൂടി. അപ്പൊ നിഷാന തുറന്നു പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് കളിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് പകരം രതീഷ് ചേട്ടനെ തിരിച്ചു കയറ്റുമോ എന്നുള്ളത്. എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. മാർച്ച് 17 എപ്പിസോഡിന്റെ റിവ്യൂ ആൻഡ് അനാലിസിസ്. അതെ, രതീഷ് എവിക്റ്റ് ആയിരിക്കുകയാണ്. എവിക്ഷൻ തന്നെയാണ്, പുറത്താക്കലല്ല. പക്ഷേ ഭയങ്കര അവ്യക്തത. എന്താണ് സംഭവം? ഇതെന്താണ്? വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 8 പേർ നോമിനേറ്റഡ് ആണ്. അതിൽ ഒരു 4-5 പേരൊക്കെ മിണ്ടിയിട്ട് പോലും ഇല്ല, വാ തുറന്നിട്ട് പോലും ഇല്ല. ഏറ്റവും കൂടുതൽ കണ്ടന്റ് തരുന്ന വ്യക്തി രതീഷിന് പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ട്. ഞാൻ തുറന്നു തന്നെ പറയാം, പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ള വ്യക്തിയാണ് രതീഷ്. ഒരുപാട് പേരെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവ്സ് പറയാം. കാര്യം നെഗറ്റീവ്സ് പറഞ്ഞ് ആദ്യത്തെ 2 ദിവസം പ്രേക്ഷകർ മൊത്തം നെഗറ്റീവ്സ് പറയായിരുന്നു. രതീഷിനെ കണ്ടത് മുതൽ, അല്ലെങ്കിൽ രതീഷിനെ ഉണ്ടാ ആ പാട്ട് തൊട്ട് രതീഷിന് നെഗറ്റീവ് കമന്റ്സ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അധികമായാലും അമൃതും വിഷം. രതീഷിന്റെ ഗെയിം വളരെ 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 ഓവറായിരുന്നു. അതായത് മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കാത്ത ഒരു ഗെയിമായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാത്ത ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ഈക്വലി നിൽക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നതും കൂടി കേൾക്കാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഗെയിം, കേൾക്കാൻ പറ്റാത്ത, മറ്റൊരാൾക്ക് സ്പേസ് കൊടുക്കാത്ത ഒരു ഗെയിമായിരുന്നു. പല വാക്പിഴകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലോജിക്ക് ഇല്ലാത്ത വഴക്കുകളാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പല നിലപാടുകളിലും ഡബിൾ സ്റ്റാൻഡുകളുണ്ട്. അപ്പൊ ഇന്ന് തന്നെ പറഞ്ഞത് മെയിൽ ആയതുകൊണ്ട് അയാളെ ക്യാപ്റ്റൻസി ജയിക്കും, ഫീമെയിൽസ് ജയിക്കും, അങ്ങനെ കുറെ കാര്യങ്ങളിൽ കുറച്ച് നിലപാടുകളിലും ഒക്കെ ഒരു വ്യത്യസ്തതയുണ്ട്. പിന്നെ ഫോൾസ് സ്റ്റേറ്റ്മെന്റുകൾ, സുരേഷിനെ കുറിച്ചിട്ട് വളരെ ഫോൾസ് അലിഗേഷൻസ്, അതായത് ഗേ ആണ്, അല്ലെങ്കിൽ അങ്ങേരെ എന്നെ ട്യൂൺ ചെയ്യാൻ നോക്കി, അങ്ങേര് എന്നെ നോക്കുന്നതെല്ലാം ഇങ്ങനെ കാണിക്കും. അപ്പൊ ഇതെല്ലാം വളരെ വളരെ തെറ്റായ കാര്യങ്ങളാണ് രതീഷിന്റെ ഭാഗത്തുനിന്ന് വന്നത്. അതിൽ ഏറ്റവും തെറ്റായ കാര്യം സുരേഷിനെതിരെ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളാണ് രതീഷിനെ ഏറ്റവും കൂടുതൽ തിരിച്ചടിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ബാക്കി എല്ലാം നമുക്ക് ഇതാക്കാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ രതീഷിന് ഇത് ഇത്രയും വലിയ പോരായ്മകളും നെഗറ്റീവ്സും ഉണ്ട്. ഇനി രതീഷിന്റെ പോസിറ്റീവ്സ് നമുക്ക് പറയാം. ഒരാഴ്ച മുഴുവനും ഒരു തരി പോലും നമുക്ക് സമയം തരാതെ, ഉറങ്ങാൻ പോലും സമയം തരാതെ കണ്ടന്റ് തന്ന എന്റർടൈനർ എന്ന് വേണമെങ്കിൽ രതീഷിനെ പറയാം, ജോക്കർ എന്ന് വേണമെങ്കിൽ പറയാം, ഇറിറ്റേറ്റിംഗ് ഫെലോ, അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ, അസഹനീയമാണെന്ന് പറയാം. അതായത് പുള്ളിക്കാരന്റെ ശബ്ദം മാത്രം കേൾക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു രതീഷിന്. മറ്റാർക്കും ഇടം കൊടുക്കാത്ത രീതിയിൽ അത് പല ആൾക്കാർക്കും ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. ആദ്യത്തെ 2 ദിവസം രതീഷിനെ കുറിച്ചുള്ള കമന്റ് ബോക്സ്, എന്തായാലും കമന്റിൽ മൊത്തം രതീഷ് തന്നെയായിരുന്നു കൂടുതലും. മറ്റുള്ളവരുടെ പേരുകൾ വളരെ കുറവായിരുന്നു. അതിൽ രതീഷിനെ നെഗറ്റീവായിട്ടാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ 2 ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു കമന്റ് 3, 4, 5 ദിവസങ്ങളായപ്പോഴത്തേക്കും മാറി വന്നു. രതീഷിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ചിരിക്കുന്ന സ്മൈലി ഇട്ട് തുടങ്ങി രതീഷിനെ വെച്ചിട്ട്. ഈ രതീഷിനെയും ജിൻഡോനെയും കൊണ്ട് താങ്ങാൻ വയ്യ, ചിരിയാണ് സ്മൈലി ഇടുന്നത്. ആർക്കും ദേഷ്യം കുറഞ്ഞ് ചിരിയിലേക്ക് വന്നു, സത്യം പറയാൻ. അപ്പം ഫാൻസ് വന്നു, ആർമി വന്നു, എന്നെ അറ്റാക്ക് വരെ ചെയ്തു. കുറച്ച് ദേഷ്യമൊക്കെ എന്നോട് കാണിച്ചിട്ടുണ്ട് ഞാൻ രതീഷിന്റെ നെഗറ്റീവ്സ് ഒക്കെ എടുത്തു പറയുമ്പോൾ. അപ്പം ഒരാഴ്ച മൊത്തം മറ്റുള്ളവരെയൊക്കെ സൈഡാക്കി സ്വന്തം ഗെയിമിനകത്ത് ബാക്കിയുള്ളവരെല്ലാം എടുത്തിട്ട്
കളിച്ച ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് രതീഷിനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രതീഷ് ഔട്ടായി എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം വേറെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാം, ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാര്യം വോട്ട് സുരേഷിനെ കാട്ടി എങ്ങനെയാണ് രതീഷിന് വോട്ട് കുറഞ്ഞു കിട്ടുക? നോറ, ശരണ്യൊക്കെ എനിക്കറിയില്ല, ആകെ കൂടെ ഒരു 2-3 സെന്റൻസുകൾ സംസാരിച്ചിട്ടുണ്ട്. ലൈവ് സ്റ്റോറിയിൽ ഇച്ചിരി കരഞ്ഞിട്ടുണ്ട്. നോറ കൂടുതലും സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പുള്ളിക്കാരി ഗെയിം, ശരണ്യ നോറയൊക്കെ ഗെയിം വിളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. സുരേഷ് ഓഫ് കോഴ്സ്, സുരേഷും സംസാരിച്ചത് രതീഷിൻ്റെ കാര്യത്തിൽ തന്നെയാണ്, രതീഷിൻ്റെ ഗെയിമിൽ തന്നെയാണ് സുരേഷും വർത്താനം പറഞ്ഞു തുടങ്ങിയത്. സോ രതീഷാണ് ഈ കാര്യത്തിലെല്ലാം മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഒരിക്കലും പോകാൻ ചാൻസ് ഇല്ല. കാര്യം നെഗറ്റീവ് കണ്ടന്റ് ആണെങ്കിൽ കൂടി പ്രേക്ഷകർക്ക് ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്, വോട്ട് കിട്ടും എന്നുള്ളത്. സോ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എവിക്ഷനായിട്ട് എനിക്ക് രതീഷിന്റെ കാര്യത്തിൽ പറയേണ്ടി വരും. അതുമാത്രമല്ല, ഇത് എവിക്ഷൻ അല്ല, ഇനി പുറത്താക്കലായിരുന്നെങ്കിൽ ഒരു വാണിംഗ് കൂടി കൊടുക്കാമായിരുന്നു. തീർച്ചയായിട്ടും ഇത് ഒരു കുഴപ്പമില്ല, ഒരു രീതിയിലും രതീഷിന് ഒരു വാണിംഗ് അങ്ങനെ ഒന്നും കൊടുത്തില്ല ലാലേട്ടൻ. കൂളായിട്ട് എവിക്റ്റ് ചെയ്ത് പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ അൺഫെയർ ആയിട്ടും എനിക്ക് തോന്നി. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ബിഗ് ബോസിന് കണ്ടന്റ് തരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എനിക്ക് അൺഫെയർ ആയിട്ട് തോന്നി. കാര്യം അങ്ങനെ ഇത്രയും കൂടുതൽ വർക്ക് ചെയ്തു, അത് കുറച്ച് ഓവറായിപ്പോയി. അങ്ങനെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്കാരൻ കുറേ പോകുമായിരുന്നു. കാര്യം ഒന്നും ചെയ്യാത്ത, വാ പോലും തുറക്കാത്ത ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. ഗെയിം അറിഞ്ഞൂടാ എന്നും പറഞ്ഞിട്ട് കുറേ പേര് ഇരിപ്പുണ്ട്. അതിനെക്കാട്ടിയും ഭേദമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ തലയിലേക്ക് എനിക്ക് കയറി വരരുത്. അത് കഴിഞ്ഞ് കാര്യം പറയാനുള്ളത് ഞാൻ പറയും. പറഞ്ഞു കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ്റെ ഇഷ്ടം 3-4 ദിവസം കൊണ്ടാണ് ഈ പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് പ്രേക്ഷകർ. അതെൻ്റെ കമൻറ്റ് ബോക്സിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ സുരേഷ് ഒറ്റയ്ക്കും ബാക്കിയുള്ളവരെല്ലാം, പുള്ളിക്കാരൻ്റെ ഗെയിം അതായിരുന്നു. പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് നിൽക്കണം, ബാക്കിയുള്ളവരെല്ലാവരും മാറി നിൽക്കണം എന്നുള്ള ഗെയിം തന്നെയായിരുന്നു. എല്ലാവരെയും വെറുപ്പിച്ച് ചൊറിഞ്ഞ് കളിക്കുന്നത് തന്നെയാണ് പുള്ളിക്കാരൻ്റെ ഗെയിം. ആ ചൊറിയൽ ഇച്ചിരി കൂടുതലായതാണ് പ്രശ്നം പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ ജിൻഡോസ് രതീഷ് കൂട്ടുകെട്ട്, ആർ ജെ ഗ്രൂപ്പ്, രതീഷ് ആൻഡ് ജിൻഡോ ഗ്രൂപ്പ്, അത് സൂപ്പറായിരുന്നു. ആ ഒരു ഗ്രൂപ്പ് അത് സൂപ്പർ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ആ ദിവസം തുടങ്ങിയത്. നമ്മൾ വരും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു കോംബോ വളരെ ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആയിരുന്നു. ഇനി ജിൻഡോ പാത്രം ബാക്കി, ജിൻഡോ ഒരുപാട് കരഞ്ഞു. ഇന്ന് മുട്ടിലിങ്ങനെ നിന്നിട്ട് ബിഗ് ബോസിനോട് ജിൻഡോ അപേക്ഷിക്കുന്ന കണ്ടായിരുന്നു. ഒരവസരം കൊടുക്കും. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ജിൻഡോയോട് തന്നെ ഭയങ്കര റിയലായിട്ട് ഒരു പാവം പോലെ തോന്നി. പുള്ളിക്കാരൻ ഇങ്ങനെ വളരെ റിയലായിട്ട് ബിഗ് ബോസിനോട് കരഞ്ഞ് അപേക്ഷിക്കണ പോലെ. അതുപോലെ തന്നെ ട്രോൾ വീഡിയോ, ബിഗ് ബോസ് ഇറക്കിയ ആദ്യത്തെ ട്രോൾ വീഡിയോ, അതിൽ മറ്റാരുമല്ല രതീഷിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ട്രോൾ വീഡിയോ ഇറക്കിയത്. 3 അവാർഡ് കിട്ടി. ലാലേട്ടൻ വരെ പറഞ്ഞു ഇത്രയും അവാർഡ് ആദ്യത്തെ ആഴ്ച, അതുപോലെ ചൊളിച്ചിൽ അവാർഡ്, ഇത്രയും അവാർഡ് ആദ്യത്തെ ആഴ്ച മേടിക്കുന്ന ആള് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണെന്ന്. പിന്നെ അതിനകത്തുള്ള ഒരു കണ്ടസ്റ്റന്റിനെ കൊണ്ട് തന്നെ പറയിച്ചു. ശ്രീരേഖ പറയാണ്, ഈ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നില്ല, തലവേദനയാണ്, നമുക്ക് സ്പേസ് കിട്ടുന്നില്ലെന്ന്. അത് രതീഷിന്റെ ഒരു വിജയം എന്ന് വേണം പറയാൻ. ഒരു കണ്ടസ്റ്റന്റിനെ കൊണ്ട് തന്നെ, അതും ശ്രീരേഖ പോലത്തെ സ്ട്രോങ് കണ്ടസ്റ്റന്റിനെ കൊണ്ട് നമുക്ക് എനിക്ക് സ്പേസ് കിട്ടുന്നില്ല എന്ന് പറയിച്ചു. പിന്നെ അത് മാത്രമല്ല, പോസിറ്റീവായിട്ട് തന്നെയാണ് എവിക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇറങ്ങി വന്നത്. പാട്ടൊക്കെ പാടി. ഞാൻ പിന്നെ തുറന്നു പറയുകയും ചെയ്തു, ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല, ഇത് ഗെയിമിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു രൂപമാണ്, ഞാൻ ശരിക്കും സോപ്പിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഇതുപോലത്തെ ചൊറിയനൊന്നും അല്ല എന്ന് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിറങ്ങി. സോ അതിലെനിക്കൊരു പോസിറ്റീവ്നെസ് തോന്നി. തുറന്നു പറഞ്ഞല്ലോ. പിന്നെ വളരെ പാട്ട് പാടി, എൻ്റെ പാട്ട് എന്നെ തിരിച്ചടിച്ചു, ഞാൻ ഉണ്ടാ ആയിപ്പോയി, ആ തുമ്പി ഞാൻ തന്നെ ആയിരുന്നു എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ രതീഷിനെ കുറിച്ച് എനിക്ക് പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. നെഗറ്റീവ്സ് ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയാണെങ്കിലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു കണ്ടസ്റ്റൻ്റ് ആകുമ്പോൾ ആ കണ്ടസ്റ്റൻ്റിന് പോസിറ്റീവ്സും ഉണ്ടാവും, നെഗറ്റീവ്സും ഉണ്ടാവും. പോസിറ്റീവ് എന്ന് പറയാനുള്ള ഒറ്റ ഒരു കാര്യമുള്ളൂ, ഈ ബിഗ് ബോസ് സീസൺ 6 ആദ്യത്തെ ആഴ്ച മൊത്തം കൊണ്ടുപോയത് രതീഷാണ്. അതിന് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു പേര് മാത്രമാണ് കൂടുതലും ഞാൻ കമൻറ്റ് ബോക്സിൽ കേട്ടിട്ടുള്ളത്. ഇനി രതീഷ് പോയ ശേഷം അതിനകത്ത് വലിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് മുതലാക്കുന്ന ആളുണ്ടല്ലോ, അയാളായിരിക്കും മിക്കവാറും ലീഡ് ചെയ്തു പോകുന്നത് ഈ സീസൺ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് നിന്ന് സെലക്ട് ചെയ്ത നിഷാന പറയുന്നത്. എനിക്ക് നിഷാന ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞു ലാലേട്ടൻ്റെ മുന്നിൽ, ഞാൻ ബോൾ കളി എന്നാണ് വിചാരിച്ചിരുന്നതെന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമവും ദേഷ്യവും തോന്നി. കാര്യം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ചേച്ചി അപേക്ഷിച്ചിട്ട് കിട്ടിയില്ല, നമ്മൾ ഇതുവരെ എത്തിയിട്ടും നമുക്ക് ഭയങ്കര വിഷമം, ഒന്നും കിട്ടിയില്ലല്ലോ, നമുക്ക് കളിക്കാൻ റെഡിയായിരുന്നു. കമൻറ്റ് ബോക്സിനകത്തും നമ്മൾ കളിക്കാൻ, ഗെയിം പഠിച്ചും കളിക്കാനും ഭയങ്കര ആഗ്രഹമുള്ള ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. അവരുടെ എല്ലാം
അവസരങ്ങൾ കളഞ്ഞിട്ട് ഇവിടെ വന്ന് ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് കളിക്കാൻ അറിയില്ല, ഞാൻ ബോൾ കളിക്കാനാണ് വന്നതെന്ന് പറഞ്ഞപ്പം ബോൾ കളിയെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ കൂടെ വന്നു. അത് കഴിഞ്ഞ് എനിക്ക് ആ കുട്ടിയോട് ഇഷ്ടം തോന്നി. എന്തെന്നറിയാമോ ഇഷ്ടം തോന്നാനുള്ള കാരണം ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഒരു നന്മ എനിക്ക് മനസ്സിലായി. ആ കുട്ടി അവസാനം ക്യാമറ നോക്കി പറഞ്ഞു, എനിക്ക് പകരം രതീഷ് ചേട്ടന് പകരം ഞാൻ പൊക്കോളാം, കാര്യം എന്നെ കൊണ്ട് എനിക്ക് പറ്റത്തില്ല, പുള്ളിക്കാരൻ ഇവിടെ നിൽക്കും. കാര്യം ആ തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് ആ കുട്ടിക്ക് ഉണ്ടായി. ആ കുട്ടിക്ക് പറ്റില്ല എന്നുള്ളത് കാര്യം ഇതിനെക്കാട്ടി നിഷാനയുടെ അത്ര പോലും വാതുറക്കാത്തതും മിണ്ടാത്തതും ആയിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ട്. വാതുറക്കാതെ കൂളായിട്ട് നമ്മൾ ഭയങ്കര വലിയ സംഭവങ്ങളാണേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരു കണ്ടന്റും കൊടുക്കാത്ത. അവരെക്കാട്ടിയും ഭേദമാണ് ഇപ്പൊ നിഷാന. കാര്യം തുറന്ന് പറയുമെങ്കിലും ചെയ്തു, എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നെ പുറത്താക്കിക്കോളൂ, ആ ഒരു ധൈര്യം ആ കുട്ടി കാണിച്ചു. പക്ഷേ എനിക്കിനി ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത വർഷവും കോമണേഴ്സിന്റെ ഇത് കോൺടെസ്റ്റ് ഉണ്ടാവും. എൻ്റെ അടുത്ത് അപ്പോൾ ഒരുപാട് പേര് അപേക്ഷിക്കും, ഒരുപാട് പേർക്ക് ടി വിയിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ടി വിയിൽ നമ്മുടെ മുഖം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ദയവ് ഇത് ടി വിയിൽ നിങ്ങളുടെ മുഖം കാണണമെന്ന് വെച്ചിട്ട് ബിഗ് ബോസിലേക്ക് അപേക്ഷിക്കരുത്. ഒരു അഭ്യർത്ഥനയാണ്, പ്രത്യേകിച്ചും സ്ത്രീകളോട് ഞാൻ പറയാം. കാര്യം ഇപ്രാവശ്യം കോമണേഴ്സിൽ ഒരു മെയിൽ അപേക്ഷകർക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഗെയിം അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് ഈ കളി എന്താണ് അറിഞ്ഞുകൂടെങ്കിൽ ദയവ് ചെയ്ത് അപേക്ഷിക്കരുത്. വെറുതെ ടി വിയിൽ നമുക്ക് കാണാം, എന്നെ ടി വിയിൽ കാണാമല്ലോ എന്ന് പറഞ്ഞ് ഇതൊരു മത്സരമാണിത്. ഇത് മത്സരിക്കാൻ ഒന്നെങ്കിൽ ഇതിനെക്കുറിച്ചൊരു നമുക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മത്സരിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ബിഗ് ബോസ് വീട്. അവിടെ ഉറച്ച് സൗണ്ട് കൂട്ടി എല്ലാവരുടെയും മുന്നിൽ വെല്ലുവിളിയായിട്ട് നിന്ന് ഓരോരുത്തർക്കെതിരെ സംസാരിക്കണമെങ്കിൽ ഭയങ്കരമായ ഒരു കഴിവും ക്വാളിറ്റിയും ഒരു ഇത് വേണം. അത് എല്ലാവർക്കും കിട്ടത്തില്ല. അതുകൊണ്ടാണ് 18 പേര് അതിനകത്ത് ചെല്ലുമ്പോഴും 2, 3, 4 പേരെ ഷൈൻ ചെയ്യുള്ളൂ. ബാക്കി ആൾക്കാർ ഷൈൻ ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ്. അത് എല്ലാവർക്കും ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദയവ് ഇത് കളി അറിയുന്നവർ, ഇതെന്താണെന്ന് മനസ്സിലാക്കിയവർ മാത്രം അപേക്ഷിക്കുക. അല്ലാണ്ട് ടി വിയിൽ കാണും, എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ ചേച്ചിയുടെ മുഖം ടി വിയിൽ കാണും എന്ന് പറഞ്ഞ് ദയവ് ഇതിലേക്ക് അപേക്ഷിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ അവസരം കളയാതിരിക്കുക. അപ്പോൾ ഇതിൽ നിഷാന അവസാനം പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുള്ള മനസ്സ് ആ കുട്ടി കാണിച്ചു എന്ന് വേണം പറയാൻ. ഇനി ഈ ഒരു വലിയ സ്പേസ് ഉപയോഗിക്കാനും എടുക്കാനും പോകുന്ന ഒരു വ്യക്തിയെ ഞാൻ പറയാം. ഈ വ്യക്തി റോക്കിയാണ്. റോക്കിക്കും ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. റോക്കി പലയിടത്തും ഇന്ന് സ്കോർ ചെയ്തു, പലയിടത്തും ഇന്ന് സ്കോർ ഡൗണും ചെയ്തു. റോക്കിയുടെ ഡബിൾ സ്റ്റാൻഡും ഇന്ന് ലാലേട്ടം പിടിച്ചു. അപ്പം റോക്കി ഇന്ന് രതീഷിന്റെ സ്പേസ് നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല ആൾക്കാരെയും ട്രിഗർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ട്രിഗർ ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ട്രിഗർ ചെയ്യാം എന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. പലരുടെയും പേഴ്സണൽ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. അതൊരു പുള്ളിയുടെ ഗെയിമാണ്. തിരിച്ചടിക്കാൻ അവർക്കും കഴിയണം. അതിലൊരു വലിയ തിരിച്ചടി ഇന്ന് കൊടുത്തത് അപ്സരയാണ്. വലിയൊരു തിരിച്ചടി അപ്സര ഇന്ന് കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ സീരിയൽ ആർട്ടിസ്റ്റുകളിൽ ഇതുവരെ കളിച്ചവരിൽ എനിക്കൊന്ന് ലക്ഷ്മിപ്രിയ നല്ല രീതിയിൽ കളിച്ചു. ലക്ഷ്മിപ്രിയ സീരിയൽ ആർട്ടിസ്റ്റ്, സിനിമ ഫീൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആർട്ടിസ്റ്റ് ഗ്രൂപ്പിൽ ലക്ഷ്മിപ്രിയ കഴിഞ്ഞിട്ട് ഇപ്പം നന്നായിട്ട് കളിക്കുന്നത് അപ്സരയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ഒരു പേരുണ്ടല്ലോ, സീരിയൽ ഗ്രൂപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ, അതിൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അപ്സരയെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ റോക്കിയുടെ കാര്യം പറഞ്ഞിരിക്കണം. അപ്പോൾ റോക്കിയുടെ ഡബിൾ സ്റ്റാൻഡ് ഇന്ന് ലാലേട്ടൻ പിടിച്ചു. അതിൽ ശ്രീരേഖയും കൂടെ, അതായത് അർജുൻ ഹോണസ്റ്റി ആയിട്ട് കളിച്ചില്ല, അല്ലെങ്കിൽ പവർ ടീം മോശം പവർലെസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് എടുത്തേക്കുന്നത്, ഹോണസ്റ്റ് ആയിരുന്നില്ല. അപ്പം തന്നെ അത് ശ്രീരേഖയും പറഞ്ഞു, ഇവരുടെ ഗ്രൂപ്പിലേക്കാണ് എന്നെ വിളിച്ചു അപ്പൊ അതെന്താ ഹോണസ്റ്റി അല്ലേ? അങ്ങനെയുള്ളവർ ഹോണസ്റ്റ് ആണോ? അത് റോക്കിയുടെ ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് തോന്നി. പുള്ളിക്കാരൻ ചെയ്യുന്നത് ഹോണസ്റ്റും, പുള്ളിക്കാരൻ ഗ്രൂപ്പ് കളിച്ചത് അത് ഹോണസ്റ്റി ആയിട്ടും, അവർ ഗ്രൂപ്പ് കളിച്ചപ്പോൾ അത് ഹോണസ്റ്റി അല്ല, അത് ഭയങ്കര മോശം ഗെയിമാണ് എന്ന് പറയുകയും ചെയ്തു. അത് ലാലേട്ടനും പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ റോക്കിക്കൊന്ന് പിഴച്ചു. അതേപോലെ തന്നെ അപ്സരയുടെ മുന്നിലും വെറുതെ അപ്സരനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷേ ആരെയും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ മിണ്ടാതിരിക്കുന്ന ആൾക്കാരായിരിക്കും കയറി വരുന്നത്. പിന്നെ പറയാനുള്ളത്, പിന്നെ ട്രിഗർ ചെയ്യുന്നുള്ള കാര്യമൊക്കെ റോക്കി പറഞ്ഞു. പിന്നെ റോക്കിക്ക് എതിരായിട്ട് റോക്കി ഇപ്പോൾ വീട്ടുകാർക്കെതിരായിട്ടാണ് മൊത്തം നിൽക്കുന്നത്. അതിൽ മെയിൻലി അപ്സര വരും, പിന്നെ പവർ ടീമിനെതിരായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജാസ്മിനെതിരായിട്ട് അപ്സര നിൽക്കുന്നുണ്ട്. ഗബ്രിക്കെതിരായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അതിന് ഉത്തരം പറയുന്നതൊക്കെ ജാസ്മിനാണ്. ഞാൻ പറയുന്നത് ഗബ്രിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഗബ്രി ഉത്തരം പറയട്ടെ, ജാസ്മിനെതിരായിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ ഉത്തരം പറയാൻ നോക്കുക എന്നാണ്. ഒരു ഇൻഡിവിജ്വൽ പ്ലേ ജാസ്മിനിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ ശ്രീരേഖയ്ക്കെതിരായിട്ട് റോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ റോക്കിയുടെ ലൈഫ് സ്റ്റോറി എടുത്തിട്ട് സ്ക്വയർ ഫീറ്റിനെ വെച്ച് പറഞ്ഞത് ലാലേട്ടൻ തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയായില്ലെന്നുള്ളത്. അപ്പം റോക്കി ഡോൺ കെയർ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പോസിറ്റീവായിട്ട് റോക്കിക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നിഷാനേനെ റോക്കി ചോദ്യം ചെയ്തു, ഇത്രയ്ക്ക് കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ളത്. അത് നിഷാനയ്ക്ക് നന്നായിട്ട് ട്രിഗർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിഷാന അവിടെ പോയി പറഞ്ഞത്. ഇനി റോക്കി അവിടെ കളിക്കും. നാളത്തെ പ്രൊമോയ്ക്കകത്തും റോക്കിയും റസ്മിനും കൂടിയാണ്. പിന്നെ റോക്കിയുടെ ഭാഷ, പോടി എടി പോടി, ആ സംഭവങ്ങളെല്ലാം കുറച്ച് പ്രശ്നങ്ങളാണ്. അത് പ്രശ്നങ്ങളാവും
അത്. ഒരു പെൺകുട്ടി തെറി പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ ബിഗ് ബോസിൽ. പക്ഷെ ഒരു ആൺകുട്ടി തെറി പറഞ്ഞാലും ആണുങ്ങൾ തെറി പറഞ്ഞാലും വലിയ പ്രശ്നമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ആരും ഒരു മിണ്ടക്കവും ഇല്ല, ഒരാളും മിണ്ടക്കവും ഇല്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരാളും മിണ്ടില്ല, ഒരു പ്രശ്നമില്ല ആർക്കും. ഒരു പെണ്ണങ്ങാനും വിളിച്ച പിന്നെ പോയി, പിന്നെ കുടുംബത്തിനെയും വീട്ടുകാരെയും മെന്റൽ ഹെൽത്തിനെയും എല്ലാം എടുത്തിടും നമ്മുടെ നാട്ടുകാർ. അപ്പം ആര് തെറി വിളിച്ചാലും അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും തെറ്റ് തന്നെയാണ്. അപ്പോൾ റോക്കിയുടെ ചില സംസാരങ്ങളൊക്കെ ചില തെറ്റുകൾ വരുന്നുണ്ട്. അതേപോലെ ഗബ്രി ഇവിടെ നോറ ഇഷ്യൂ അത് ലാലേട്ടൻ സംസാരിച്ചു, അത് നല്ലതായി. കാര്യം പവർ കിട്ടുമ്പോൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് വളരെ ബാലിശമായ രീതിയിൽ ഗബ്രി മിസ്യൂസ് ചെയ്തു. അതുപോലെ നോറയുടെ പേരിനെ വെച്ചിട്ട് വളരെ നിന്റെ പേര്, നിന്റെ ഐഡന്റിറ്റി, അതിനെല്ലാം വലിച്ചിട്ട് മോശമായി സംസാരിച്ചു. അപ്പോൾ ഗബ്രി ഇപ്പോൾ തൽക്കാലം വീക്കായിട്ട് നിൽക്കുകയാണ്. ഗബ്രി ഇനി ഒറ്റയ്ക്ക് കളിച്ചില്ല എങ്കിൽ ആ ലൂപ്പിൽ ജാസ്മിൻ ഗബ്രി ആ കോംബോ അതൊക്കെ പോട്ടെ, അത് വിട്ടിട്ട് ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കുക. അല്ലെങ്കിൽ താഴെ വരും. അപ്സര ഉയർന്നു വന്നു, വീട്ടിലെ ക്യാപ്റ്റനായി. ഇനി ഈ അപ്സരയും പവർ ടീമും എതിരായിട്ട് റോക്കിയുടെ ഒരു ടീം റോക്കി സെറ്റ് ചെയ്യുമോ എന്ന്, അതോ ഒറ്റയ്ക്ക് കളിക്കുമെന്ന് കണ്ടറിയാം. പിന്നെ ജിൻഡോയുടെ ഉറക്കമാണ് ഇന്നത്തെ ഹൈലൈറ്റ്, ജിൻഡോ കുത്തിവെക്കാൻ വന്നതും. പിന്നെ അർജുൻ കളിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും പഴയ അവസ്ഥയിൽ തന്നെ, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. നാളെ റസ്മിനും റോക്കിയും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. നേരെ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം. മാർച്ച് 17 എപ്പിസോഡ് 8 ലാലേട്ടൻ വരുന്നുണ്ട്. ആരൊക്കെയാണ് എവിക്ഷനിൽ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുണ്ട് അപ്പം എന്ത് തോന്നുന്നു രതീഷ് എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും, എവിക്ഷനിൽ നിന്ന ആൾക്കാരോട്. ഞാൻ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കുറേയൊക്കെ ഞാൻ തന്നെ ലാലേട്ടാ മേടിച്ചെടുത്തത്. അപ്പൊ തോന്നുന്നില്ല, അപ്പൊ സത്യം തന്നെയാണ്. ലാലേട്ടാ ഞാൻ തന്നെ മേടിച്ചെടുത്തതാണെന്ന് രതീഷ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഞാൻ കളിച്ചു നോക്കി, പക്ഷെ അത് പാളിപ്പോയി. എനിക്ക് രസം തോന്നി ഞാൻ കളിച്ച രീതി, പക്ഷെ പാളിപ്പോയി. അതെനിക്ക് മനസ്സിലായി ഞാൻ തന്നെ പ്രശ്നം ഉണ്ടാക്കിയതാണെന്ന്. നിങ്ങൾക്ക് തന്നെ പ്രശ്നം തോന്നിയല്ലോ, ശരി. ഞാൻ കളിച്ചത് കറക്റ്റ് അല്ല എന്ന് രതീഷ് പറയണം. ഞാൻ കളിച്ചത് കറക്റ്റ് അല്ല ലാലേട്ടാ, എനിക്ക് തെറ്റിപ്പോയി ലാലേട്ടാ. ശരി. ജിൻഡോ എന്താണ് പറയാനുള്ളത്? ലാലേട്ടാ ഞാൻ വന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. പിന്നെ ഞാൻ നോമിനേഷനിൽ വന്നപ്പോൾ ഒരു കളി അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഞാൻ ഭയങ്കര കളിയായിരുന്നു, മറ്റേ ചായ പ്രശ്നം, അതാണ് കളി. അത് കഴിഞ്ഞ് ഓക്കെ ലാലേട്ട പിന്നെ ലാലേട്ടനും പ്രേക്ഷകരൊക്കെ തീരുമാനിക്കുന്ന പോലെ ഞാനല്ല തീരുമാനിക്കേണ്ടത്, പ്രേക്ഷകരാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അൻസിബ എൻ്റെ കാര്യത്തിൽ എന്നെ നോമിനേറ്റ് ചെയ്തു, വളരെ സന്തോഷം. പക്ഷെ ഇങ്ങോട്ട് ചൊറിയാമെന്നാൽ ഞാൻ കയറി ചൊറിയും. ശരണ്യ പുതിയ ഫേസസ് ആണ് ലാലേട്ട, പുതിയ ഫേസസ്. പലരും ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ പോകുമ്പോൾ താല്പര്യപ്പെടുന്നില്ല. നോറ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ ഞാൻ ഇമോഷണലി വീക്ക് അല്ല, അതെനിക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. നന്നായി എല്ലാവരെയും അങ്ങോട്ടും പരിചയപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ, ആരും പരിചയപ്പെടുത്താത്ത എന്തേ? റോക്കി ലാലേട്ട ഞാൻ ഓപ്പൺ നോമിനേഷന് വന്നതാണ് ലാലേട്ട, എന്നെ ഓപ്പൺ ആയിട്ട് ഇവർ നോമിനേറ്റ് ചെയ്തു. പക്ഷേ നിലപാടില്ലായ്മ, വ്യക്തിത്വമില്ലായ്മ, അജണ്ട, പിന്നെന്തോന്ന് കാപട്യം, കള്ളം, അവസരവാദം, ഇതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. എല്ലാവരുടെയും ഇതൊക്കെ ഞാൻ ചോദ്യം ചെയ്യും. അതാണ് ഇവരെന്നെ നോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ നോമിനേഷനെ ഞാൻ തള്ളിക്കളയുന്നു. ഞാൻ തിരിച്ചു വരും, ഞാൻ ഒരിക്കലും ഔട്ട് ആവത്തില്ല. സിജോ എന്താ പറയുന്നത്? 100% പ്രേക്ഷകരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്ത് കമ്മിറ്റ്മെന്റ്? അല്ല, നമ്മളിവിടെ ചെയ്യുന്നതാണല്ലോ അവരവിടെ കാണുന്നത്. ശരി, അപ്പൊ സുരേഷേ ഞാൻ കംപ്ലീറ്റ്ലി ന്യൂ പേഴ്സൺ ആയിട്ട് മാറി ലാലേട്ടാ. ഓക്കെ, ഗെയിമാണ്, ആ വിധത്തിൽ നിങ്ങളെ പലരും ട്രിഗർ ചെയ്യും സുരേഷേ. പിന്നെ എല്ലാത്തിനും ഒരു മാനേഴ്സ് ഉണ്ട്, സുരേഷ് പറയുന്ന പോലെ എത്തിക്സും ഉണ്ട്. അപ്പോൾ സുരേഷ് ഞാൻ ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസ് ഭാര്യക്കാണ്, അപ്പം ഞാൻ പറയും എന്തോ ഒരു ബഹളമാണിത്, ഇതൊക്കെ അടച്ചു വെക്കുമെന്ന് പറയും. അപ്പം ലാലേട്ടൻ അല്ല ഹിന്ദി ബിഗ് ബോസ് പോലെ അല്ല മലയാളം, അല്ല അതെനിക്കറിയാം ലാലേട്ടൻ, അതുകൊണ്ട് തന്നെയാണ് വന്നത്. അതാണ് ഞാൻ പറയുന്നത്. സുരേഷ് സന്തോഷമായിട്ടിരിക്കും. വിഷമമുണ്ടോ? വിഷമമുണ്ട്. അയ്യോ വിഷമിക്കണ്ട സുരേഷ്, സന്തോഷമായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഒന്ന് റീകൂപ്പ് ചെയ്ത് തിരിച്ചു വരൂ, പ്രശ്നമൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഇവിടെ ട്രിഗറിങ് പല പ്രശ്നങ്ങളുണ്ടാവും, അതിനെതിരെ സുരേഷ് യുദ്ധം ചെയ്യണം. അതാണ് ബിഗ് ബോസ് കേട്ടോ. യമുന ഭയങ്കര അധികാരം എടുത്ത് നമ്മൾ അത് കൂടുതൽ ഓവറായിട്ട് എടുക്കണ്ട എന്ന് എനിക്ക് തോന്നി ലാലേട്ട. ശരി. ജിൻഡോ കൈ മുറിഞ്ഞായിരുന്നു. ജിൻഡോ ലാലേട്ട കൈ മുറിഞ്ഞു, പിന്നെ എവിടെയൊക്കെ ടെറ്റനസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ലാലേട്ട എന്നെ ഇവിടെ ഞോണ്ടി, പിന്നെ ഞാൻ തിരിച്ചു കൊടുത്തില്ല, അതൊക്കെ പ്രശ്നം പരിഹരിച്ച്. ഇല്ലില്ല നിങ്ങൾ ടെറ്റനസ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വലിയ ഡോക്ടറെ അകത്തേക്ക് വിടുന്നുണ്ട് കേട്ടോ, വലിയൊരു ഡോക്ടറെ. അപ്പോൾ രതീഷ് ഡോക്ടറെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്, തുറന്നു കൊടുക്കുക. നോക്കുമ്പോൾ ഒരു ആചാര്യഭാഗമായിട്ടുള്ള വലിയൊരു ഡോക്ടർ കേട്ടോ. അപ്പോൾ രതീഷ് എന്നെ പേടിച്ചു. എൻ്റെ അമ്മയെ രതീഷ് അതിൻ്റെ പകുതിയേ ഉള്ളൂ. നോക്കുമ്പോൾ ഒരു വലിയ സിറിഞ്ച് ഡോക്ടർ വരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ സിറിഞ്ച് ലാലേട്ടൻ അതെ കയ്യിലല്ല എടുക്കേണ്ടത്, ബാക്കിലാണ്, ബാക്കി മാറ്റി കൊടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ അത് ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ജാൻമണി എന്തുണ്ട് ലാലേട്ട? പിന്നെ ലാൽ സാർ ഇവിടെ ഇഞ്ചക്ഷൻ കുറച്ച് ചെറുതായിപ്പോയി ലാൽ സാർ, കുറച്ച് ചെറുതായിപ്പോയി. ഇത് ഇങ്ങനത്തെ അല്ല ഇഞ്ചക്ഷൻ വരേണ്ടിയിരുന്നത്. ജിൻഡോ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ടോ? ജിൻഡോ ഞാൻ ഉറങ്ങില്ല ലാലേട്ട. പിന്നെ ഉറങ്ങാറില്ലേ?
ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ജിൻഡോയുടെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കണം ഉറങ്ങുന്നത്. അപ്പോഴും മോനെ കളിയാക്കിയതൊന്നുമല്ല. അപ്പോൾ ഇപ്രാവശ്യം ജിൻഡോയുടെ ലാലേട്ടൻ്റെ മോനാണ് ജിൻഡോ മുടിയനൊക്കെ. അപ്പം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മനുഷ്യനെ ലാലേട്ടൻ മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മോനെ, അത് കുഞ്ഞു കുട്ടിയല്ലേ, മോനെ മോനെ കളിയാക്കാനൊന്നും അല്ല കേട്ടോ, ഇത് ആവർത്തിക്കരുത് കേട്ടോ, മോനെ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇനി വിഷമിച്ച് കരയോ എന്നൊക്കെ വിചാരിച്ച് ലാലേട്ടൻ മോൻ ഇരുന്നോ കേട്ടോ. റോക്കിയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ സ്ക്വയർ ഫീറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ വിഷമിക്കേണ്ട റോക്കി. അപ്പോൾ റോക്കി, ഇവിടെ ഞാൻ പലരും ബുദ്ധിമുട്ടിന്റെ കഥയാണ് പറഞ്ഞത് ലാലേട്ടാ, പക്ഷെ ഞാൻ എൻ്റെ വളർച്ചയുടെ കാര്യമാണ് പറഞ്ഞത്, അതിലല്ല കുഴപ്പമുണ്ടോ? അപ്പൊ ലാലേട്ട ഇതൊക്കെ വെറുതെ നമ്മൾ വളർച്ചേനെ കളിയാക്കുന്നവരെ പോകാൻ പറ. അത് ശരിയല്ല ലാലേട്ടാ, അത് ഞാൻ പോകാൻ പറയും. ശരി, പക്ഷേ കെയർ ചെയ്യണം കേട്ടോ. ശ്രീരേഖ എന്താ പറയാനുള്ളത്? ശ്രീരേഖ, ലാലേട്ട ഞാൻ തൊഴുതാണ്, സമയം പോയി. ലാൽ സാർ, ഞാൻ മറ്റേ ലക്ഷ്മി പ്രിയ ലാലേട്ടനായിരുന്നു, ഇത് ലാൽ സാറാണ്. ലാലേട്ട അല്ല സുഹൃത്ത് ലാൽ സാർ, ഞാൻ ആദ്യത്തെ ആഴ്ച ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസും മെൻ്റൽ ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ലാൽ സാർ. ഓക്കെ, ഇരുന്നോളൂ. താങ്ക് യു സാർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭയങ്കര എളിമയാണ്, ഭാര്യ കോരി ഒഴിക്കുകയാണ്. അർജുൻ സാർ, ഞാൻ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ പഠിച്ചു വരികയാണ്, ഞാൻ കളി തുടങ്ങും ലാലേട്ടാ. വീക്ക്നെസ് കയറി പിടിക്കുമോ മോനെ? അത് പിന്നെ സിറ്റുവേഷൻ പോലെ കളിച്ചാൽ മതി കേട്ടാ. ഋഷി എന്തുണ്ട്? അല്ല, ഒരാഴ്ച ഭയങ്കര ഒരു മാസം പോലെ തോന്നി ലാലേട്ടാ. വിചാരിച്ച പോലെ അല്ല, ആൾക്കാരൊക്കെ ഭയങ്കര എൻ്റെ അമ്മയെ എന്തൊരു വലിയ പുലികളായിട്ട് മാറി എല്ലാവരും. ഇപ്പം നിഷാന, അത് പിന്നെ ലാലേട്ടാ ഞാനിവിടെ കയറിയപ്പോൾ തൊട്ട് കിളി പോയി ഇരിക്കുകയാണ്. അതെന്ത് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെ ഗെയിമിലേക്ക്? അല്ല, ഞാൻ ഉദ്ദേശിച്ച ഗെയിം അല്ല. പിന്നെ മോൾ ഉദ്ദേശിച്ച ഗെയിം, അത് ഞാൻ ഉദ്ദേശിച്ച ഗെയിം ലാലേട്ടാ, നിങ്ങൾ ഇപ്പം കാർഡ് കളിക്കലും ബോൾ കളിക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിൽ അറേഞ്ച് ചെയ്ത് തരുമായിരുന്നല്ലോ കാർഡും ബോളും ഒക്കെ. അവിടെ ഇരുന്ന് കളിച്ചാൽ പോരെ, ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? അല്ല, അവിടുത്തെ ചെളിയിൽ കളിക്കുന്ന ഗെയിമില്ലേ, അതുപോലത്തെ ഗെയിം. അതൊക്കെയാണെങ്കിൽ മഴ പെയ്യും വീട്ടിന്റെ മുറ്റത്ത്, അപ്പൊ ചെളിയിൽ കുറച്ച് ബോൾ എടുത്തിട്ട് കളിച്ചാൽ മതി കേട്ടാ. അതല്ലേ, എത്രയോ പേരുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ നിങ്ങളെ തെരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? നിങ്ങൾ ഇവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞിട്ടാണ് പോയത്? വലിയ കപ്പൊക്കെ അടിച്ചു പോയി എന്നല്ലേ പറഞ്ഞത്? അത് ലാലേട്ട, എനിക്ക് ഗെയിം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ലാലേട്ട വീട്ടിൽ. പുള്ളിക്കാരി റിയൽ ആയിട്ട് നിൽക്കുന്നതാണ് വീട്ടിലുള്ള പോലെ, പുള്ളിക്കാരി ഗെയിം കളിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ എനിക്ക് അറിയത്തില്ല ലാലേട്ട ഈ ഗെയിം എങ്ങനെ കളിക്കണം എന്നൊക്കെ. പിന്നെ എല്ലാവരും പറയും ഞാൻ മിണ്ടുന്നില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാനൊരു റൈഡർ ഗേളാണ്, 3 മക്കളുടെ അമ്മയൊക്കെയാണ്. പക്ഷെ ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അയ്യോ മക്കളെ, അങ്ങനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അവർ വീട്ടിൽ ഇരുന്നാൽ മതി. ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല, അവർ വീട്ടിൽ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കളിക്കുന്നെങ്കിൽ കളിക്കൂ, അത്രയെന്ന് പറഞ്ഞ് ലാലേട്ടൻ വളരെ ഹാഷായിട്ട് തന്നെ പറഞ്ഞ കാര്യം. അത് ഇവരാണ് അവരെ എടുത്തത്. അപ്പോൾ ഇവർക്കാണ് മോശം, ഇവരിങ്ങനെ ഇരുന്ന് പറയുമ്പോൾ. അപ്പോൾ ലാലേട്ടൻ, സുരേഷ് ഒരു വല്ലാത്ത അവസ്ഥയിലാണല്ലേ? സാരമില്ല, നമ്മളെല്ലാം ശരിയാക്കാം, ഇനി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല, എല്ലാം ഒരു ഹ്യൂമറായിട്ട് കണ്ട് മറന്നു കളയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുരേഷ്, എനിക്ക് ലിസ്ണിംഗ് ആണ്, ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല, പറയുന്നതൊന്നും കേൾക്കുന്നില്ല, അതാണ് ലാലേട്ട പ്രശ്നം. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ സുരേഷിൻ്റെ മലയാളമൊക്കെ ഇമ്പ്രൂവ് ആയി, മലയാളത്തിൽ കഥ വരെ സുരേഷ് എഴുതും കേട്ടോ. അത് കഴിഞ്ഞ് ബ്രേക്കിന് പോകുന്നു. ബ്രേക്കിൻ്റെ ഇടയ്ക്കാണ് നിഷാനേനെ റോക്കി ടാർഗറ്റ് ചെയ്യണം. സുഖമായി ഇവിടെ ഇരിക്കുന്നവരൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്ത് അയ്യേ. അപ്പം പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ റോക്കി, നീ കൂടുതൽ വർത്താനൊന്നും പറയാൻ വരണ്ട. അയ്യേ, നീ പവർ ടീമിലല്ലേ, നിന്നെ ഒന്നും ഇനിയിപ്പം നോമിനേറ്റ് പോലും ചെയ്യാൻ പറ്റൂല. എന്തെന്നാണിത്? മറ്റുള്ളവർക്ക് അവസരവും കളഞ്ഞ് വെറുതെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജാസ്മിൻ, അതെ കൂടുതൽ കയറി കളിക്കണ്ട റോക്കി, കൂടുതൽ കയറി കളിക്കണ്ട. അപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ ലാലേട്ടൻ, അവരവിടെ ഇരിക്കട്ടെ. എടി നീ എന്തിനടി നമ്മളെ കടയിൽ കയറി വരണത്? എന്റെ സ്പേസിൽ നീ കയറി വരണ എന്തിനാണ്? അല്ല, ഞാൻ ഇവിടെ പറയുന്നതിൽ കയറി ഇടപെടും, അത് എന്റെ കാര്യമാണ്, ഇടപെടും കേട്ടല്ലോ. കൂടുതൽ നനഞ്ഞിടം കുഴിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. നീ ഫുള്ളി പെർഫെക്റ്റ് ആണോ? ഞാൻ പെർഫെക്റ്റ് തന്നെ, നീ കൂടുതൽ ഇടപെടണ്ട കേട്ടാ. നീ പോടി, നീ ആര്? നീ എന്താണ്? പിന്നെ റോക്കി, അപ്പൊ നീ പോങ്ങോട്ട്, മൈൻഡ് യുവർ വേർഡ്സ് കേട്ടാ. നീ സ്ക്രീൻ സ്പേസ് പിടിക്കാൻ വേണ്ടി വരണ്ട കേട്ടാ. അപ്പൊ ജാസ്മിൻ, നീ സ്ക്രീൻ സ്പേസ് പിടിക്കാൻ വേണ്ടി വരണ്ട, ഞാൻ ആവശ്യത്തിന് പിടിച്ചോളാം കേട്ടാ, അത്രേ ഉള്ളൂ. അത് എന്റെ മിടുക്ക്, ഞാൻ സ്ക്രീൻ സ്പേസ് പിടിക്കുകയാണെങ്കിൽ. പിന്നെ ഇങ്ങനത്തെ മിടുക്ക് നിനക്കേ ഉള്ളൂ ഇവിടെ, അതെനിക്കറിയാം ഇങ്ങനത്തെ മിടുക്ക്, അതുകൊണ്ടാണ് ഞാൻ 10 ദിവസം നിന്നെ ടാർഗറ്റ് ചെയ്തത്. എനിക്കറിയാം നീയാണെങ്കിൽ നീ കണക്കായി പോയി. അപ്പൊ ജാസ്മിൻ, അത് കണക്കായി പോയി, പോടേ എടാ പോടാന്നൊന്നും വിളിക്കല്ലോ കേട്ടോ, എടാ പോടാന്ന് വിളിക്കരുത്, ഞാൻ പോടേ എന്നാണ് വിളിച്ചത്. ശരി എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ശേഷം
അത് കഴിഞ്ഞ ശേഷം ലാലേട്ടൻ വരുന്നുണ്ട്. അർജുൻ എന്തുകൊണ്ട് എല്ലാവരും ഉന്തിത്തള്ളി ക്യാപ്റ്റനൊക്കെ ആയി, എങ്ങനെയുണ്ട് ക്യാപ്റ്റൻസി? നന്നായിട്ടുണ്ട് ലാലേട്ട. ഋഷി എങ്ങനെയുണ്ട്? അല്ല കുഴപ്പമില്ല, സ്ട്രോങ് ആവണം ക്യാപ്റ്റൻ. ഇത് അപ്പോൾ റസ്മിൻ ക്യാപ്റ്റന്റെ റിസ്ക് കൂടുതലാണ്, പുള്ളിക്കാരൻ ആദ്യത്തെ ആഴ്ചയില്ല ലാലേട്ട, ഒന്നും അറിയത്തില്ല, അപ്പോൾ ആരും റെസ്പെക്റ്റ് ഒന്നും പുള്ളിക്കാരന് കൊടുക്കുന്നില്ല. അപ്സര കുറച്ച് ബാക്കിലോട്ട് വലിയുന്നുണ്ടായിരുന്നു ഈ അർജുൻ. സുരേഷ് ശ്രമിച്ചു, പക്ഷെ ഇവിടെ ആരും കേൾക്കുന്നില്ല ലാലേട്ട. അപ്പോൾ ലാലേട്ട അർജുൻ യുദ്ധഭൂമിയിലെ പോരാളി പോലെ ആയിരുന്നു അല്ലേ? സിജോ എന്തുണ്ട്? അല്ല അർജുൻ പല കാര്യങ്ങളിൽ ഇടപെടാതെ പിൻവലിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നി. റോക്കി എന്താണ്? അയ്യേ പവർലെസ് ക്യാപ്റ്റൻ, പവർ ഈസ് ഡേഞ്ചറസ് ലാലേട്ട. ഹീ ആക്ട് ലൈക്ക് എ സൈലന്റ് അസാസിൻ. കാര്യം പുള്ളിക്കാരൻ അവിടെ സൈലന്റ് അസാസിനാണ്, ആൾക്കാരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പവർ ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ ഇയാൾ പവർ കൊണ്ടു കൊടുത്തു. കൊച്ചു കുട്ടിയുടെ കയ്യിൽ മെഷീൻ കണ്ടു കൊടുക്കണ പോലെ, അതാണെങ്കിൽ ഒട്ടും പവർ ഇല്ലാത്തതും. അപ്പൊ നോറ ഏത് ടൈമിലാണെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും അർജുൻ കേൾക്കും, നല്ല ക്യാപ്റ്റൻ. അപ്പോൾ ജിൻഡോ ഓക്കെ ആയിരുന്നു ലാലേട്ടാ. രതീഷ് മോശം ക്യാപ്റ്റനാണ് ലാലേട്ടാ, മോശം ക്യാപ്റ്റൻ, പാർഷ്യാലിറ്റി കാണിക്കുന്നു. ഇപ്പൊ ജാസ്മിൻ ഓക്കെ ക്യാപ്റ്റൻ ആയിരുന്നു ലാലേട്ടാ. പവർ ടീം ഓക്കെ ക്യാപ്റ്റൻ ആയിരുന്നു. ഇപ്പൊ ശ്രീരേഖ ലാൽ സർ ഞാൻ ഫസ്റ്റ് ടൈമിൽ വന്നപ്പോൾ അർജുന് നല്ലൊരു വ്യക്തിത്വം, ടാസ്കിൽ നല്ലൊരു വ്യക്തിത്വം മനസ്സിലാക്കി. അർജുൻ മാത്രമാണ് വ്യക്തമായ നിലപാടിലൂടെ നിന്ന ഒരു മത്സരാർത്ഥി. അതുകൊണ്ടാണ് ലാൽ സാർ അവിടെ ഇരുന്നോളും മോളെ. അത് കഴിഞ്ഞ് അർജുൻ എന്താണ് ലാലേട്ടാ ഒരു വട്ടം പറയും പലവട്ടം പറയും, പിന്നെ ചെവി കയറി എന്ന് പറയാൻ പറ്റില്ലല്ലോ ലാൽ സാർ. സോ ഞാനൊരു ബേസിക് മാനേഴ്സ് പഠിച്ച ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് അങ്ങ് ചളമാക്കാൻ പറ്റത്തില്ല. ഓക്കെ, പവർ ടീമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് പിന്നെ ഞാൻ ശ്രീരേഖ ചേച്ചിയെ കണ്ടിട്ട് തന്നെയാണ് അവരെ എടുത്തത്, പവർ ടീമിൽ അവരെ എല്ലാവരും എടുത്തത്. അർഹതയില്ലാത്ത ആൾക്കാരെയാണ് ലാൽ സാറെ എടുത്തു വെച്ചേക്കുന്നത്. ഒരു ഓണസ്റ്റി ഇല്ല, വെറും കഴവട ഓണസ്റ്റി ആയിട്ട് അർഹതയില്ലാത്ത ആൾക്കാരെയാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. അല്ലല്ലല്ല, റോക്കിക്ക് ബോൾ കിട്ടിയില്ലായിരുന്നോ? എനിക്ക് ബോൾ കിട്ടി, എനിക്ക് സിജോ ബോൾ തന്നു, അതെന്താണ്? അപ്പോൾ ഓണസ്റ്റി അല്ലേ? അത് പിന്നെ അത് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ സിജോയും കൂടെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നു. അത് പിന്നെ അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അതെന്താണ്? അത് നമ്മൾ കളിച്ച കളി, അവർ ഓണസ്റ്റി ഇല്ലാണ്ട് കളിച്ച്. അല്ല സിജോ എന്താണ്? അല്ല സാർ നമുക്ക് ഇവിടെ ഗെയിം നമുക്ക് പവർ റൂമിലേക്ക് കയറുന്ന ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ റോക്കി ക്യാപ്റ്റൻ ആവണം എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അങ്ങനെ ബോൾ എടുത്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഓണസ്റ്റി ഇല്ലാണ്ട് കളിക്കാം, അപ്പോൾ ബാക്കിയുള്ളവർ ഓണസ്റ്റി ആണല്ലേ? അല്ലേ റോക്കി? അങ്ങനെയല്ല, അതല്ല ലാലേട്ടാ, അതല്ല അതല്ല നിൽക്ക് അത് നിങ്ങൾ ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾ പവർ ടീമിൽ കയറ്റില്ലായിരുന്നോ? അത് പിന്നെ ഞാൻ കയറ്റും, അത് എൻ്റെ ഗെയിം, ഇവർക്ക് ഓണസ്റ്റി ഇല്ല ലാലേട്ടാ, അത് പറ്റും, അത് ഡബിൾ സ്റ്റാൻഡാണ്. ലാൽ സർ എന്താ? ശ്രീരേഖ സാർ എന്നെയും ഇവർ പവർ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടാ, ഞാൻ അവരുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ലാൽ സർ അവരിങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഞാൻ അവരുടെ കൂടെ പോയിരുന്നെങ്കിൽ ഞാൻ ഓണസ്റ്റി ഉള്ള ഒരാളായിട്ട് മാറുമായിരുന്നു ലാൽ സാർ. അത് തന്നെ അത്രയേ ഉള്ളൂ, അതാണ് സംഭവം. ഓക്കെ, പവർ റൂമിൽ റൂൾസ് ഒക്കെ ഉണ്ട്, വായിച്ച് നോക്കിയിട്ടുണ്ടോ? അതിൽ അവസാനത്തെ റൂൾ കണ്ടിട്ടുണ്ടോ? ബാലിശമായ തീരുമാനങ്ങൾ എടുക്കരുന്നുള്ളത്. യമുന ബാലിശമായ തീരുമാനം എടുത്തിട്ടുണ്ടോ? യമുന ബാലിശമായി എടുത്തിട്ടുണ്ട്. ഗബ്രി എന്താണിത്? നിങ്ങൾ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടോ നിങ്ങൾ ചെയ്തതിൽ? നോറയോടൊക്കെ ബാലിശമായി അല്ല ലാലേട്ട, നമ്മൾ സ്നേഹമുള്ള ആൾക്കാരെടുത്തല്ലേ നമ്മൾ ബാലിശമായി നിൽക്കുള്ളൂ. ഇനി എപ്പോൾ മാറും? ഇപ്പോഴും പവർ ടീമിലാണല്ലോ. അല്ല ഞാനത് മാറ്റിക്കോളാം ലാലേട്ട. പിന്നെ അപ്പോൾ യമുന എനിക്കൊരു കാര്യം പറയണ്ട ലാലേട്ട, അതെ ഈ പവർ ടീമിലെ സ്ത്രീകളെ ഒരു വിലയുമില്ല. രതീഷൊക്കെ ആണെങ്കിൽ ഗബ്രി പറഞ്ഞാൽ മാത്രമേ അനുസരിക്കുള്ളൂ. എന്താ രതീഷ്? അല്ല ലാലേട്ട, സ്ത്രീകൾ ഇവിടെ പവർ ടീമിലെ സ്ത്രീകൾ അഹങ്കാരികളാണ്, അവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവരെനിക്ക് ഭക്ഷണം തന്നിട്ടില്ല, ഒരു ഭക്ഷണവും എനിക്ക് തന്നിട്ടില്ല, ഒരു ഭക്ഷണവും. ഗബ്രിയുടെ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ അവരെനിക്ക് ഭക്ഷണം തന്നിട്ടില്ല. അപ്പൊ യമുന കണ്ണ് കാണാതെ പുറത്തിറങ്ങി പോയി നിന്ന്, എന്നിട്ടാണ് ലാലേട്ട ഞാൻ കണ്ണ് കാണാതെ പോയി നിന്നിട്ട് ഞാൻ ഭക്ഷണം ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല എനിക്ക്. അപ്പം ലക്ഷ്മി ലാലേട്ടൻ കണ്ണ് കാണാതെ പലയിടത്തും പോയി നിൽക്കും, എന്നിട്ട് ഭക്ഷണം ചോദിക്കുമ്പോൾ തരത്തില്ല, ഭക്ഷണം ചോദിക്കുമ്പോൾ ഭക്ഷണവും ഇല്ല, അവിടെ കിട്ടാതിരിക്കുന്നതാണ് നല്ലത്, അവിടെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ക്ലാപ്പടിയോ നന്നായി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോറ ഗബ്രി എന്നെ ബ്രദറിനെ പോലെയാണ് ലാലേട്ട, പക്ഷേ ഞാൻ കരയുന്ന ഒരു പോയിന്റ് വരെ ഈ ഗബ്രി എന്നെ കരയിപ്പിച്ചുകൊണ്ടേയിരുന്നു, എന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു, എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വയ്യേ, ഞാൻ ചോദിച്ചാണ്, എൻ്റെ ജീവിതത്തിൽ ഒരാൾ പോലും എന്നെ ഇത്രയും ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആ കുട്ടിയോട് എന്തിനാണ് ആ കുട്ടിയുടെ പേരൊക്കെ മാറ്റി പറഞ്ഞത് ഗബ്രി? അല്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, എനിക്ക് ആ തെറ്റുണ്ടല്ലോ എന്നാൽ അവിടെ ഇരുന്നോന്ന് പറഞ്ഞാൽ ലാലേട്ട പോകുന്നുണ്ട്. ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ഹീറോ 2 സിജോ, അപ്സര, റസ്മിൻ. ആരൊക്കെ ജയിക്കും ഈ ക്യാപ്റ്റൻസിയിൽ? അതായത് ഒരു 3 ട്രാക്ക് ഉണ്ട്, നമ്മുടെ മേലെ മൊത്തം
ക്ലിങ് ഫിലിം എന്ന് പറയുന്ന ഒരു സംഭവം കവറാണ്. ആ ഒരു കവർ ഇതാക്കി പുഴുവിനെ പോലെ ആക്കും. കയ്യും കാലും ഒന്നും അനക്കാൻ പറ്റില്ല. എന്നിട്ട് പുഴുവിനെ പോലെ ഇങ്ങനെ പോയി ആപ്പിൾ എടുക്കണം, ഇപ്പുറത്തേൽ കൊണ്ട് വെക്കണം. അതാണ് ടാസ്ക്. അപ്പം ആരൊക്കെ ജയിക്കും ഇതിനകത്ത്? ആര് ജയിക്കും? ക്യാപ്റ്റൻ ആവും? രതീഷേ, അത് പിന്നെ ഇപ്പൊ പറയാൻ പറ്റില്ല ലാലേട്ടാ. അതെന്ത്? അല്ല, കപ്പടിക്കുന്നതല്ല ഈ ക്യാപ്റ്റൻസി. അത് മെയിലായിട്ടുള്ള സിജോ ജയിക്കും. മെയിലല്ലേ? അതെങ്ങനെ നിങ്ങൾക്ക് മെയിലായോണ്ട് അങ്ങനെ? അപ്പൊ റോക്കി, അയ്യേ ഇതങ്ങനെ ഇത് വളരെ തെറ്റായ ഒരു ഇതാണ് ലാലേട്ടാ, ഇത് മെയിലല്ല, അങ്ങനെ ഇത് മറ്റേ റസ്മിൻ ജയിക്കും ലാലേട്ടാ. അപ്പൊ ഓക്കെ, ശരി. അങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നേ തന്നെ അപ്സര വന്നിട്ടുണ്ട്. അപ്സരയും റോക്കിയും കൂടെ ഉള്ള പഴക്ക്. എടോ, താൻ എന്താണോ പറഞ്ഞത്? താൻ എന്താ പറഞ്ഞത്? ഞാൻ തേഞ്ഞൊട്ടുന്നോ? എനിക്ക് ക്യാപ്റ്റൻസി ടാസ്ക് എനിക്ക് കളിക്കാൻ അറിയാം. ഇവിടെ ഞാൻ ആർക്കും വാക്കൊന്നും തന്നിട്ടില്ല ഞാൻ പോയി കളിച്ച് ജയിച്ചിട്ട് വരുമെന്ന്, കേട്ടല്ലോ. ഞാൻ എന്നെ പറ്റിയ രീതിയിൽ കളിക്കും. തന്റെ ഈ തേഞ്ഞൊട്ടൽ വർത്തമാനം എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. അടി, നീ പോയി കളിക്കടി, നീ പോയി യൂസ് നീ പോയി യൂസ് എടി പൊടി തന്നെ വിളിച്ചാണ്ടല്ലോ. താൻ തന്നെ എടി പൊടിന്ന് വിളിക്കാൻ താനാണല്ലോ. താൻ എന്നെ എടി പൊടിന്ന് വിളിക്കണ്ട. നീ ആര്? കോവിലകത്തെ അമ്മയോ? ഞാൻ പല കോവിലകത്തെ അമ്മയ്ക്ക് താൻ പോടോ. നീ ആരാടി എന്നെ കോവിൽ? നീ പോകാൻ പറയാ. ഇത് ബിഗ് ബോസ് വീടാണ്. നീ ആരാടി എന്നെ പോകാൻ പറയാ? അങ്ങനെ മത്സരം തുടരുകയാണ്. ആരും സിജോ ലീഡ് ചെയ്യാണ്. പക്ഷെ സിജോയ്ക്ക് ഒരു ഭാഗ്യക്കേടുണ്ട്. സിജോയുടെ ഫിലിം മൊത്തം ഊരിപ്പോയി. ആ ഒരു കവർ മൊത്തം ഊരിപ്പോയി. അങ്ങനെ സിജോ ഔട്ടായി. അത് കഴിഞ്ഞ് അപ്സര തന്നെ ലീഡ് ചെയ്തു. അപ്സര തന്നെ ക്യാപ്റ്റൻ ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയുക മാത്രമല്ലടാ, ചെയ്ത് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്സര സാർ, ഞാൻ ഇവിടെ വന്ന സമയം തൊട്ട് എന്നെ ഇവിടെ ആർക്കും എന്നെ ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ആർക്കും ഞാൻ മറുപടി കൊടുത്തില്ല. ഞാൻ വളരെ സൈലന്റ് ആണ്, ഒന്നുമില്ല. പക്ഷെ അവർക്ക് എന്നെ അറിയില്ല, എനിക്ക് എന്നെ അറിയാം സാറേ. പിന്നെ ഒരു കാര്യമുണ്ട്, ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഇവിടെ ആരും എൻ്റെ പേര് പറഞ്ഞില്ല. എനിക്ക് അതിൽ വിഷമം ഉണ്ടായിരുന്നു. എനിക്ക് കണ്ണ് നിറഞ്ഞായിരുന്നു. എൻ്റെ പേര് ആരും പറഞ്ഞില്ല. പക്ഷേ എനിക്കറിയാം, ഞാൻ 7ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ NCCയിലുണ്ടായിരുന്നു സാറേ. നാഷണൽ NIC ക്യാമ്പിൽ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ആർമി ചേരണമെന്നാണ് ആഗ്രഹം. എൻ്റെ അപ്പൻ ഒരു പോലീസുകാരനായിരുന്നു. അപ്പോൾ ഞാനൊരു കലാകാരി ആയതുകൊണ്ട് ആ ഫീൽഡിലേക്ക് പോയെന്നേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുള്ളൂ, ജയിക്കാൻ നോക്കലില്ല കഴിയുന്നതും. അപ്പം അങ്ങനെ അവിടെ ഭയങ്കര കയ്യടിയായിരുന്നു കേട്ടോ. അപ്പോൾ രതീഷ് തെറ്റിപ്പോയില്ല കേട്ടോ, എൻ്റെ പ്രൊഡിക്ഷൻ തെറ്റിപ്പോയി. അപ്പം അങ്ങനെ സോറി, ഞാൻ ഫീമെയിൽ മെയിൽ എന്ന് പറഞ്ഞതിൽ സോറി കേട്ടോ, സോറി. അതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ജാൻമണി, എടോ ഫീമെയിൽ കണ്ടസ്റ്റന്റ് ഓൾവേസ് ഫസ്റ്റ് കേട്ടോ എന്ന് പറയുന്നുണ്ട് ജാൻമണി. അവാർഡുകൾ കൊടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ അവാർഡ് രതീഷിനെ. ചൊറിയൻ അവാർഡ് രതീഷ് 16 വോട്ട്. രസികൻ അവാർഡ് സുരേഷ് 9 വോട്ട്. മടിയൻ അവാർഡ് ഗബ്രി. സഹായി അവാർഡ് ജാൻമണി. നോക്കുകുത്തി നിഷാന. ലീഡർ അർജുൻ, ജാൻമണി, അപ്സര. തരികട രതീഷ്. ശുദ്ധൻ ഋഷി ആൻഡ് അർജുൻ. ശുദ്ധൻ എന്നൊന്നും പറയണ്ട, അവിടെ എല്ലാവരും കണ്ണിങ്ങാണ്. ശുദ്ധൻ എന്തുവാണ്? എന്ത് ശുദ്ധൻ? വഴികാട്ടി ശ്രീരേഖ, അൻസിബ, റസ്മിൻ, സിജോ, റോക്കി, കോമാളി രതീഷ്, ഹീറോ സിജോ തെറ്റിപ്പോയി, മണ്ടൻ ജിൻഡോ, ഹീറോയിൻ ജാസ്മിൻ. അപ്പം ജാസ്മിനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഹീറോ ഗബ്രി അല്ലേ? ഹീറോയിൻ ജാസ്മിൻ നേട്ടപ്പോൾ സന്തോഷമായേ. അത് കുംഭകർണൻ ജിൻഡോ, രതീഷ്. അങ്ങനെ ഏറ്റവും കൂടുതൽ അവാർഡ് നേടി രതീഷ്. ഒരാഴ്ച കൊണ്ട് ഇത്രയും അവാർഡ് എന്ന് പറഞ്ഞ് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്സര, ഞാൻ ഒരാളെ നോമിനേറ്റ് ചെയ്തു, ലാലേട്ടൻ പോവുകയാണ്. എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഞാൻ കളിക്കണമെന്ന് വെച്ചാൽ ഞാൻ കളിച്ചു, അല്ലാതെ അതിന് ജയിക്കാൻ വേണ്ടിയിട്ട് കളിച്ചതൊന്നുമല്ല. എവിക്ഷൻ പ്രോസസ്സ് വരെയാണ്. ഗാർഡൻ ഏരിയയിൽ വെള്ള, നീല, മഞ്ഞ, ചുവപ്പ് ഇവരുടെ ശബ്ദങ്ങൾ തന്നെ കേൾപ്പിക്കും. ഇവരുടെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ ഇവർ മുന്നോട്ട് നീങ്ങണം. അങ്ങനെ ആദ്യം ജിൻഡോ കയറി, ജിൻഡോയുടെ ശബ്ദം കേൾപ്പിക്കുന്നു. അൻസിബ കയറി, റോക്കി കയറി, നോറ കയറി, ജിൻഡോ പിന്നെയും മുന്നിലേക്ക് കയറി, രതീഷ് പിന്നെയും കയറി. റോക്കിയും ജിൻഡോയും രതീഷും മഞ്ഞയിൽ നിൽക്കുകയാണ്. അടുത്ത ശബ്ദം കേൾക്കുന്നത് രതീഷിൻ്റെ. അങ്ങനെ രതീഷ് ഔട്ടാവുകയാണ്. സിജോ, ശരണ്യ, സുരേഷ് ഇവർ 3 പേരും വെള്ളയിൽ തന്നെ നിൽക്കുന്നുണ്ട്, സേഫായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. രതീഷ് ഔട്ടാണ്. അപ്പോൾ ജിൻഡോ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, മുട്ടുകുത്തിയൊക്കെ നിൽക്കുന്നുണ്ട്. രതീഷ് സോറി പറയുന്നു. എല്ലാവരും സോറി, ഞാൻ ചൊറിയനായിട്ടാൽ നിന്ന് ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ഞാൻ സോപ്പിടുന്ന ഒരാളാണ്, ഞാൻ എൻ്റെ ഗെയിം കളിച്ചതാണ്, എല്ലാവരോടും സോറി പറയാണ്. ജാനു സോറി. അപ്പം ഞാൻ തന്നെ പാടിയ പാട്ടാണ്, അത് എന്നെ തന്നെ ഇതാക്കി. അതായത് കാവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, ആ പൈതൽ ഞാൻ തന്നെയാണ്. നീ വന്നാലും നീ പോയാലും, നീ വന്നാലും പോയാലും ഉണ്ടാ ഞാൻ തന്നെയായി, ഉണ്ടായിട്ട് ഞാൻ തന്നെ മാറി. വരിക്കച്ചക്കയുടെ ചുളകണക്കിന് തൊഴുതൊടുത്തൊരു ചങ്ങായി, തൊഴുതൊടുത്തൊരു ചങ്ങായി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി വളരെ വിഷമം തോന്നി എല്ലാവർക്കും. പിന്നെ പ്രത്യേകിച്ചും ജിൻഡോയ്ക്കാണ് വിഷമം തോന്നിയത്. നിഷാന അവിടെ ഇരുന്ന് കരയാണ്, ബിഗ് ബോസ് എന്നെ വിളിക്കൂ, രതീഷ് ചേട്ടൻ അകത്തേക്ക് കയറ്റു, രതീഷ് ചേട്ടൻ ഇവിടെ നിൽക്കേണ്ടതാണ്. അർജുൻ പുള്ളി പോയപ്പോൾ വിഷമം തോന്നി. പുള്ളിക്കാരനായിട്ടല്ല നിന്നത്. അങ്ങനെ ലാലേട്ടൻ വിളിക്കുന്നു, ലാലേട്ടൻ്റെ അടുത്ത് പോകുന്നു, ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നു. ബിഗ് ബോസ് എന്താണെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. നാളത്തെ പ്രൊമോ കാണിക്കുന്നു, അവസാനിക്കുന്നു. നാളത്തെ ലൈവ് അപ്ഡേറ്റ് വരാം. അതുവരേക്കും ബൈ.